നിത്യസഹായ മാതാവ്. ഒരു കത്തോലിക്കാ വിശ്വാസിയുടെ അധരങ്ങളിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു നാമമാണ് നിത്യസഹായ മാതാവ് എന്നത്. നിത്യസഹായ മാതാവിൻ്റെ മനോഹരമായ ചിത്രം ഏവരെയും ആകർഷിക്കുന്നതാണ്. പരിശുദ്ധ കന്യക തൻ്റെ പുത്രനെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന തടിയിൽ സ്വർണ്ണ നിറത്തിൽ പെയിന്റ് ചെയ്ത ഏകദേശം 50 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ചിത്രമാണിത്. അമ്മയുടെയും പുത്രൻ്റെയും ശിരസിന് മുകളിൽ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള പരിവേഷം കാണാം. വിശുദ്ധ മിഖായേലും വിശുദ്ധ ഗബ്രിയേലും ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് പീഡാനുഭവത്തിൻ്റെ ആയുധങ്ങൾ ഈശോയെ കാണിക്കുന്നു. ഇത് കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ഈശോ അമ്മയുടെ കൈകളിലേക്ക് ഓടിച്ചെല്ലുന്നു. ദാരുണമായ ഈ കാഴ്ച കണ്ടതിൻ്റെ ദുഃഖം അമ്മയുടെ മുഖത്ത് ദർശിക്കുവാൻ സാധിക്കും. ഈ ചിത്രം വിശുദ്ധ ലൂക്ക വരച്ചതാണെന്ന് പാരമ്പര്യം പറയുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ക്രീറ്റിലെ മനുഷ്യർ ഈ രൂപത്തെയും ബഹുമാനിച്ചു പോന്നു. ഈ ദ്വീപിലെ ജനങ്ങൾ തുർക്കികളാൽ പീഡിപ്പിക്കപ്പെട്ട് റോമിലേക്ക് പലായനം ചെയ്തപ്പോൾ അവർ ഈ രൂപവും റോമിലേക്ക് കൊണ്ടുപോയി. ഈ രൂപം വഹിച്ചിരുന്ന കപ്പൽ വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടുവെങ്കിലും അമ്മയുടെ മാധ്യസ്ഥത്താൽ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെടുകയുണ്ടായി എന്ന് വിശ്വസിച്ചു പോരുന്നു. ക്രീറ്റിലെ ബാലികയോട് പരിശുദ്ധ അമ്മ അരുൾ ചെയ്തു, റോമിലുള്ള മേരി മേജർ, ജോൺ ലാട്രൻ എന്നീ ബസീലിക്കകളുടെ മധ്യേ എൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ച് വണങ്ങപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1499 മാർച്ച് 27 അമ്മയുടെ ഈ ഛായാചിത്രം വഹിച്ചുകൊണ്ട് അനേകം വൈദികരുടെയും ജനങ്ങളുടെയും അകമ്പടയോടെ മനോഹരവും ഗംഭീരവുമായ ഒരു പ്രദക്ഷിണം റോമിൻ്റെ വീഥികളിലൂടെ നടത്തി. അതിനുശേഷം വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിലെ പ്രധാന അൾത്താരയിൽ ആ രൂപം പ്രതിഷ്ഠിച്ചു. 1789-93 കാലഘട്ടത്തിലെ ഫ്രാൻസ് വിപ്ലവത്തിൽ വിശുദ്ധ മത്തായിയുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സന്യാസി മാതാവിൻ്റെ ഈ അത്ഭുത ചിത്രം അവിടെ നിന്നെടുത്ത് രഹസ്യമായി സൂക്ഷിച്ചു. 60 കൊല്ലത്തോളം അജ്ഞാതമായിരുന്ന ഈ രൂപം 1865 9-ാം പിയൂസ് മാർപ്പാപ്പ ആദ്യത്തേതുപോലെ വണങ്ങപ്പെടുവാൻ വേണ്ടി എസ്ക്വിലിൻ മലയിൽ വിശുദ്ധ മത്തായിയുടെ ദേവാലയം ഇരുന്ന സ്ഥലത്ത് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ നാമത്തിൽ പണി കഴിപ്പിച്ച ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പനയിട്ടു. 1866 ഏപ്രിൽ 26 ദിവ്യരക്ഷക സഭയിലെ അംഗങ്ങൾ അമ്മയുടെ ഈ രൂപത്തെ അവരുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. 1866 ഏപ്രിൽ 26 ദിവ്യരക്ഷക സഭയിലെ അംഗങ്ങൾ അമ്മയുടെ ഈ രൂപത്തെ അവരുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് ദിവ്യരക്ഷക സഭയിലെ അംഗങ്ങളുടെ തീഷ്ണതയും ആ ദേവാലയത്തിൽ ലഭിച്ച അത്ഭുതങ്ങളും നിത്യസഹായനാഥയോടുള്ള ഭക്തി വളരെ അത്യപൂർവമായ രീതിയിൽ വളരുവാൻ ഇടയാക്കി. ഇന്നും ഈ രൂപം ഈ ദേവാലയത്തിൽ ഭക്തിപൂർവ്വം വണങ്ങപ്പെടുന്നു. 1867 ജൂൺ 23 വത്തിക്കാൻ തിരുസംഘം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച അസാധാരണമായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായും അംഗീകാരമായും അമ്മയുടെ തിരുസ്വരൂപത്തിൽ മുടിയണിയിച്ചു. നിത്യസഹായ മാതാവ് ലോകമെങ്ങും അറിയപ്പെടുവാൻ ഇടയാക്കുവിൻ എന്ന് മാർപ്പാപ്പയുടെ കൽപ്പന ശിരസാ വഹിച്ച ദിവ്യരക്ഷക സഭയിലെ അംഗങ്ങളിലൂടെ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവനിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മിക്ക ദേവാലയങ്ങളിലും എല്ലാ ശനിയാഴ്ചകളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ പങ്കെടുത്ത് അനേകായിരങ്ങൾ അമ്മയിലുള്ള ആശ്രയം ഏറ്റുപറഞ്ഞ് അമ്മയെ വണങ്ങുന്നു. ഈ അർത്ഥത്തിൽ നിത്യസഹായ മാതാവ് എന്ന അപദാനമാണ് കേരള സഭയിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്നത്.